ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോർഡിനേഷൻ എന്നൊരു ടോപ്പിക്കാണ്. സോ ഫസ്റ്റ് കോർഡിനേഷൻ്റെ ഒരു ഡെഫിനിഷൻ നോക്കാം. അക്കോർഡിംഗ് ടു കൂൺസ് ഒഡോണൽ, കോർഡിനേഷൻ ഈസ് ദ എസൻസ് ഓഫ് മാനേജ്മെൻറ്റ് ഫോർ ദ അച്ചീവ്മെൻറ്റ് ഓഫ് ഹാർമണി ഓഫ് ഇൻഡിവിജ്വൽ എഫേർട്സ് ടുവാർഡ്സ് ദ അക്കംപ്ലിഷ്മെൻറ്റ് ഓഫ് ഗ്രൂപ്പ് ഗോൾസ്. അപ്പോൾ കോർഡിനേഷൻ്റെ ഒരു ഡെഫിനിഷനാണ് അവിടെ പറയുന്നത്. കോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് ആൻ എസൻസ് ഓഫ് മാനേജ്മെൻറ്റ്. അതായത് ഓർഗനൈസേഷനിലുള്ള എല്ലാ മെമ്പേഴ്സിൻ്റെയും, അതായത് എല്ലാ സ്റ്റാഫ്സിൻ്റെയും അല്ലെങ്കിൽ എല്ലാ സബോർഡിനേറ്റ്സിൻ്റെയും ഇൻഡിവിജ്വൽ എഫേർട്സിനെ എന്ത് ചെയ്യാണ്? ഹാർമണൈസ് ചെയ്യാണ്. അതായത് ഒരുമിച്ച് ചേർക്കുകയാണ്, കോർഡിനേറ്റ് ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഹാർമണൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരുമിച്ച് ചേർക്കുന്നത്? ഫോർ ദ അക്കംപ്ലിഷ്മെൻറ്റ് ഓഫ് ഗ്രൂപ്പ് ഗോൾ. അതായത് ഓർഗനൈസേഷൻ ഒരു ഗ്രൂപ്പ് ഗോൾ ഉണ്ടാവും. ആ ഗ്രൂപ്പ് ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി ഓർഗനൈസേഷനിലുള്ള എല്ലാ ഇൻഡിവിജ്വൽസിൻ്റെയും എഫേർട്ടുകളെ ഹാർമണൈസ് ചെയ്യുക അല്ലെങ്കിൽ കോർഡിനേറ്റ് ചെയ്യുക, ഒരുമിച്ച് ചേർക്കുന്ന പ്രോസസ്സിനെയാണ് കോർഡിനേഷൻ എന്ന് വിളിക്കുന്നത്. സോ 2 or 3 മാർക്ക് സെഷനിൽ ചോദിക്കാം കോർഡിനേഷൻ്റെ ഡെഫിനിഷൻ. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയിട്ട് പഠിച്ചു വയ്ക്കാം. അടുത്തത് ഫീച്ചേഴ്സ് ഓഫ് കോർഡിനേഷൻ ആണ്. എന്തൊക്കെയാണ് കോർഡിനേഷൻ്റെ ഫീച്ചേഴ്സ്? ഇറ്റ് ഈസ് ആൻ ആക്ടിവിറ്റി ഓഫ് മാനേജ്മെൻറ്റ്. ഇത് മാനേജ്മെൻറ്റിൻ്റെ ഒരു ആക്ടിവിറ്റിയാണ്. ബാക്കി എല്ലാ ആക്ടിവിറ്റീസും പോലെ പ്ലാനിങ്ങും കോപ്പറേഷനൊക്കെ ചെയ്യുന്നതുപോലെ കോർഡിനേഷനും ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ് പോലെയൊക്കെ തന്നെയുള്ള ഓർഗനൈസേഷൻ്റെ അല്ലെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെ ഒരു ആക്ടിവിറ്റിയാണ് കോർഡിനേഷൻ. ഗ്രൂപ്പ് എഫേർട്സ് ആർ അറേഞ്ച്ഡ് ഓർഡർലി. ഇവിടെ എന്ത് ചെയ്യുന്നു? ഗ്രൂപ്പ് എഫേർട്ടുകളൊക്കെ ഓർഡറായിട്ട് അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഇറ്റ് എയിംസ് ടു സെക്യൂർ യൂണിറ്റി ഓഫ് ആക്ഷൻ ഫോർ അച്ചീവിങ് എ കോമൺ ഒബ്ജക്റ്റീവ്. ഇതെന്താണ് എയിം ചെയ്യുന്നത്? നമ്മുടെ കോമൺ ഒബ്ജക്റ്റീവ്, ഓർഗനൈസേഷൻ്റെ കോമൺ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുന്നതിന് യൂണിറ്റി ഓഫ് ആക്ഷൻ സെക്യൂർ ചെയ്യുന്നത്. അതായത് എല്ലാവരും തമ്മിലൊരു യൂണിറ്റി ഉണ്ടാവണം. യൂണിറ്റി ഓഫ് ആക്ഷൻ സെക്യൂർ ചെയ്യാം എന്നുള്ളതാണ് കോർഡിനേഷൻ്റെ എയിം. കോർഡിനേഷൻ ഈസ് റെക്വേർഡ് അറ്റ് ആൾ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്. എല്ലാ ലെവലിലും കോർഡിനേഷൻ ഉണ്ടായിരിക്കണം. എല്ലാ ലെവലിലും ഇൻഡിവിജ്വൽ എഫേർട്സിനെ കോർഡിനേറ്റ് ചെയ്തിരിക്കണം. ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. ഓർഗനൈസേഷൻ ഉള്ളിടത്തോളം കാലം അവിടെ കോർഡിനേഷനും ഉണ്ടാവും. സോ ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. ഇനി അതിൻ്റെ താഴെ തന്നെ പറയുന്നുണ്ട്, കോർഡിനേഷൻ ഈസ് ആൻ ഇൻ്റഗ്രൽ എലമെൻറ്റ് ഓഫ് ആൾ മാനേജറിയൽ ഫങ്ഷൻസ്. എല്ലാ മാനേജീരിയൽ ഫങ്ഷൻസിലും ഒരു ഇൻ്റഗ്രൽ എലമെൻറ്റാണ് കോർഡിനേഷൻ. അതായത് പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ്, എല്ലാ ഫങ്ഷൻസിലും, ഓർഗനൈസേഷൻ്റെ എല്ലാ മാനേജീരിയൽ ഫങ്ഷൻസിലും എന്തുണ്ടായിരിക്കണം? കോർഡിനേഷൻ ഉണ്ടായിരിക്കണം. അത് ഓരോന്നും ഏത് ലെവലിലാണ് നമ്മൾ കോർഡിനേഷൻ ഉപയോഗിക്കേണ്ടി വരിക എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു വിടാം. ഓക്കെ, അതുപോലെ കൺട്രോളിങ് എന്നുള്ള പ്രോസസ്സിനും കോർഡിനേഷൻ വേണം. അടുത്തത് പ്രിൻസിപ്പിൾസ് ഓഫ് എഫക്റ്റീവ് കോർഡിനേഷനാണ്. ഒരു എഫക്റ്റീവായുള്ള കോർഡിനേഷന് ഫോളോ ചെയ്യേണ്ട പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ ആണ് പ്രിൻസിപ്പിൾ ഓഫ് ഡയറക്റ്റ് കോണ്ടാക്ട്. Coordination can be achieved by direct contact among the responsible persons through interpersonal relationship and direct personal communications. അതായത് കോർഡിനേഷൻ നമുക്ക് എന്തിലൂടെ മാത്രമേ സാധ്യമാവുള്ളൂ? ഡയറക്റ്റ് കോണ്ടാക്റ്റിലൂടെ മാത്രമേ സാധ്യമാവുള്ളൂ. ഓക്കെ, അതായത് ഓർഗനൈസേഷനിലുള്ള എംപ്ലോയീസ് തമ്മിൽ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു കോണ്ടാക്റ്റ് ഉണ്ടായിരിക്കണം. ഓക്കെ, എല്ലാ റെസ്പോൺസിബിൾ പേഴ്സൺസും തമ്മിൽ ഒരു ഡയറക്റ്റ് കോണ്ടാക്റ്റ്, ഫേസ് ടു ഫേസ് കോണ്ടാക്റ്റ് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഉണ്ടായെങ്കിൽ മാത്രമേ അവിടെ കോർഡിനേഷൻ സാധ്യമാവുകയുള്ളൂ. അതുപോലെ ഏർലി സ്റ്റേജസ്. കോർഡിനേഷൻ മസ്റ്റ് സ്റ്റാർട്ട് അറ്റ് ദ ഏർലി സ്റ്റേജ് ഓഫ് പ്ലാനിങ് പ്രോസസ് ആൻഡ് പോളിസി ഫോർമുലേഷൻ. അതായത് വളരെ ഏർലി സ്റ്റേജസിൽ തന്നെ നമ്മൾ കോർഡിനേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കണം. അതായത് ഏറ്റവും ഏർലി സ്റ്റേജ് എന്താണ്? ഒരു ഓർഗനൈസേഷൻ്റെ പ്ലാനിങ് തന്നെയാണ്. പ്ലാനിങ്ങും പോളിസി ഫോർമുലേഷനൊക്കെയാണ്. ആ ഒരു ടൈം തൊട്ട് തന്നെ, വളരെ ഏർലി സ്റ്റേജ് തൊട്ട് തന്നെ നമ്മൾ കോർഡിനേഷൻ ഫോളോ ചെയ്തിരിക്കണം. ആൻഡ് റെസിപ്രോക്കൽ റിലേഷൻഷിപ്പ്. മേരി പാർക്കർ ഫോളറ്റ് സെഡ് ദാറ്റ് ആൾ ഫാക്ടേഴ്സ് ഇൻ എ സിറ്റുവേഷൻ ആർ റെസിപ്രോക്കലി റിലേറ്റഡ്. അതായത് മേരി പാർക്കർ ഫോളറ്റ് പറഞ്ഞിട്ടുണ്ട് എന്ത്? ആൾ ഫാക്ടേഴ്സ് ഇൻ എ സിറ്റുവേഷൻ ആർ റെസിപ്രോക്കലി റിലേറ്റഡ്. ഒരു സിറ്റുവേഷനിൽ വരുന്ന എല്ലാ ഫാക്ടേഴ്സും എന്താണ്? റെസിപ്രോക്കലി റിലേറ്റഡ് ആണ്. റെസിപ്രോക്കലി റിലേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങോട്ടും ഇങ്ങോട്ടും എന്നുള്ള അർത്ഥമാണ് റെസിപ്രോക്കൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു റെസിപ്രോക്കൽ റിലേഷൻഷിപ്പാണ് കോർഡിനേഷൻ. അതായത് ഫോർ എക്സാമ്പിൾ, ഇഫ് എ വർക്ക് വിത്ത് ബി, ഈച്ച് ഇൻഫ്ലുവൻസസ് ദ അതർ ആൻഡ് ബോത്ത് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ ആൾ പീപ്പിൾ ഇൻ ദ എൻറ്റയർ ഓർഗനൈസേഷൻ. അതായത് എ എന്നൊരാൾ വർക്ക് വിത്ത് ബിയുമായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പോൾ എന്താണ്? ഈച്ച് ഇൻഫ്ലുവൻസ് ദ അതർ. രണ്ടുപേരും മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതുപോലെ മറ്റുള്ളവരാലും ഇവർ ഇൻഫ്ലുവൻസർ ആവുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ ഫാക്ടേഴ്സിനും, ഒരു സിറ്റുവേഷനിൽ വരുന്ന എല്ലാ ഫാക്ടേഴ്സിനും അങ്ങോട്ടും ഇങ്ങോട്ടും റെസിപ്രോക്കലി റിലേറ്റഡ് ആണ്. അതാണ് കോർഡിനേഷൻ്റെ മറ്റൊരു പ്രിൻസിപ്പിൾ. ആൻഡ് പ്രിൻസിപ്പിൾ ഓഫ് കണ്ടിന്യൂറ്റി. ആസ് പെർ ദിസ് പ്രിൻസിപ്പിൾ, കോർഡിനേഷൻ ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. നമ്മൾ കുറച്ച് മുന്നേ ഫീച്ചേഴ്സിൽ പറഞ്ഞ പോലെ തന്നെ കോർഡിനേഷൻ എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ദെൻ പ്രിൻസിപ്പിൾ ഓഫ് സെൽഫ് കോർഡിനേഷൻ. അക്കോർഡിംഗ് ടു ദിസ് പ്രിൻസിപ്പിൾ, വെൻ എ പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റ് അഫക്ട്സ് അതർ ഫംഗ്ഷൻ ഓർ ഡിപ്പാർട്ട്മെൻറ്റ്, ഇറ്റ് ഈസ് ഇൻ ടേൺ അഫക്റ്റഡ് ബൈ അതർ ഡിപ്പാർട്ട്മെൻറ്റ് ഓർ ഫംഗ്ഷൻ. അതായത് നമ്മൾ കുറച്ച് മുന്നേ റെസിപ്രോക്കൽ റിലേഷൻഷിപ്പിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ പ്രിൻസിപ്പിൾ ഓഫ് സെൽഫ് കോർഡിനേഷൻ.
അതായത് അവിടെ പറയുന്നത് എ പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റ് അഫക്ട്സ് അതർ ഫംഗ്ഷൻ ഓർ ഡിപ്പാർട്ട്മെൻറ്റ്. ഒരു പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, മറ്റൊരു ഫംഗ്ഷൻ അല്ലെങ്കിൽ മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് ഇൻ ടേൺ അഫക്റ്റഡ് ബൈ അതർ ഡിപ്പാർട്ട്മെൻറ്റ് ഓർ ഫംഗ്ഷൻ. അതുപോലെ അത് ഇൻ ടേണും എന്ത് ചെയ്യുന്നുണ്ട്, മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിനെ അല്ലെങ്കിൽ ഫംഗ്ഷനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പ്രിൻസിപ്പിൾസ് ഓഫ് എഫക്റ്റീവ് കോർഡിനേഷൻ. അടുത്തതാണ് കോർഡിനേഷൻ പ്രോസസ്സ് ഓർ സ്റ്റെപ്സ് ഇൻ കോർഡിനേഷൻ. അതായത് നമ്മൾ കോർഡിനേഷൻ ചെയ്യുമ്പോൾ എന്തൊക്കെ സ്റ്റെപ്സ് ഫോളോ ചെയ്യണം, അതിൻ്റെ ഒരു പ്രോസസ്സാണ്. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ സ്റ്റെപ്സ് ചോദിക്കാറുണ്ട് എസ്സേ ടൈപ്പ് ആയിട്ട്. അപ്പോൾ അത് ക്ലിയർ ആയിട്ട് പഠിക്കാം. അപ്പോൾ എന്തൊക്കെ പ്രോസസ്സ് അല്ലെങ്കിൽ സ്റ്റെപ്സ് ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്? ഫസ്റ്റ് വൺ, അതോറിറ്റി ഷുഡ് ബി ഡെലിഗേറ്റഡ്. അക്കൗണ്ടബിലിറ്റി ഈസ് ടു ബി ഇമ്പോസ്ഡ് അറ്റ് ആൾ ലെവൽസ്. അതായത് അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്തിരിക്കണം, അതുപോലെ അക്കൗണ്ടബിലിറ്റി ഇമ്പോസ് ചെയ്തിരിക്കണം അല്ലേ. അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്യാൻ നമുക്കറിയാലോ, ഒരു സുപ്പീരിയർ അയാളുടെ കുറച്ച് അതോറിറ്റി താഴെയുള്ള സബോർഡിനേറ്റ് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ അക്കൗണ്ടബിലിറ്റി, റെസ്പോൺസിബിലിറ്റി ഇതുപോലെ തിരിച്ച് ഇമ്പോസ് ചെയ്യണം. സുപ്പീരിയറോട് തിരിച്ച് റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടബിലിറ്റി ഉണ്ടായിരിക്കണം സബോർഡിനേറ്റിന്. അപ്പോൾ ഇത്തരത്തിൽ അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്തിരിക്കണം, അക്കൗണ്ടബിലിറ്റി ഇമ്പോസ് ചെയ്തിരിക്കണം. സെക്കൻഡ് സ്റ്റെപ്പ്, ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ മസ്റ്റ് ബി ഡൺ അക്കോർഡിംഗ് ടു സൈസ്, റേഞ്ച് ആൻഡ് കോംപ്ലക്സിറ്റി ഓഫ് ഓർഗനൈസേഷണൽ ടാസ്ക്. അതായത് ഓർഗനൈസേഷണൽ ടാസ്കിൻ്റെ ബേസിൽ, അതായത് എത്രത്തോളം കോംപ്ലക്സിറ്റി ഉണ്ട്, സൈസ്, റേഞ്ച്, ഇതിൻ്റെയൊക്കെ ബേസിൽ ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ നടത്തിയിരിക്കണം. ഓക്കെ, നമുക്കറിയാം എന്താ ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആക്കിയിട്ട് തിരിക്കുക, ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ. അപ്രോപ്രിയേറ്റ് ആൻഡ് സ്യൂട്ടബിൾ പോളിസീസ്, പ്രൊസീജിയേഴ്സ്, റൂൾസ്, മെത്തേഡ്സ് ആൻഡ് ഷെഡ്യൂൾസ് ആർ ടു ബി ഫോമുലേറ്റഡ്. അതാണ് മൂന്നാമത്തെ സ്റ്റെപ്സ്. നമ്മൾ ഫസ്റ്റ് അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്തു, അക്കൗണ്ടബിലിറ്റി ഇമ്പോസ് ചെയ്തു. സെക്കൻഡ് സ്റ്റെപ്പിൽ ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ നടത്തി, സൈസിൻ്റെയും റേഞ്ചിൻ്റെയൊക്കെ ബേസിൽ ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ നടത്തി. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പോളിസീസ്, പ്രൊസീജിയേഴ്സ്, റൂൾസ്, മെത്തേഡ്സ് ഇതെല്ലാം ഫോർമുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, കോർഡിനേഷന് ആവശ്യമായിട്ടുള്ള പോളിസീസും പ്രൊസീജിയേഴ്സും റൂൾസൊക്കെ നമ്മൾ ഫോർമുലേറ്റ് ചെയ്യണം. നാലാമത്തെ സ്റ്റെപ്പ്, ഡൈനാമിക് ഡിസിഷൻ മേക്കിംഗ് സിസ്റ്റം ഷുഡ് ബി ഡെവലപ്ഡ്. അതായത് വളരെ ഡൈനാമിക് ആയിട്ടുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കണം. തീരുമാനങ്ങളെല്ലാം എടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കണം. ദെൻ അഞ്ചാമത്തെ സ്റ്റെപ്പിൽ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ചാനൽസ് ആർ ടു ബി എസ്റ്റാബ്ലിഷ്ഡ്. പ്രോപ്പർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ചാനൽസ് എസ്റ്റാബ്ലിഷ് ചെയ്യണം. നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഏതൊക്കെയാണ് ചാനൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന്. അതുപോലെ ഗുഡ് സിസ്റ്റം ഓഫ് റിപ്പോർട്ടിംഗ് ഇസ് ടു ബി ഇൻസ്റ്റാൾ. അതുപോലെ റിപ്പോർട്ട് ചെയ്യുന്നതിന് നല്ലൊരു സിസ്റ്റം, ഒരു ഗുഡ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. റിപ്പോർട്ടിങ്ങിനൊക്കെ ആയിട്ടൊരു നല്ല സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. ദെൻ എ പ്രോപ്പർ കോമ്പൻസേഷൻ സിസ്റ്റം ഈസ് ഡെവലപ്ഡ്. അതുപോലെ നല്ലൊരു കോമ്പൻസേഷൻ സിസ്റ്റം ഡെവലപ്പ് ചെയ്തിരിക്കണം. ദെൻ എട്ടാമത്തെ സ്റ്റെപ്പ്, സ്റ്റാഫ് ഗ്രൂപ്പ്സ്, ടാസ്ക് ഫോഴ്സസ്, കമ്മിറ്റീസ് ആൻഡ് ഇൻഡിവിജ്വൽ കോർഡിനേഷൻ വെറെവർ അപ്രോപ്രിയേറ്റ് ഷുഡ് ബി ഇൻട്രൊഡ്യൂസ്ഡ്. അതായത് സ്റ്റാഫ്സിന് വേണ്ടിയിട്ടുള്ള ഗ്രൂപ്പുകൾ, അതാണ് സ്റ്റാഫ് ഗ്രൂപ്പ്സ്. അതുപോലെ ടാസ്ക് ഫോഴ്സുകൾ, കമ്മിറ്റീസ്, അതുപോലെയുള്ള സംഗതികളെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്യണം അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യണം. ദെൻ ഒൻപതാമത്തെ സ്റ്റെപ്പിൽ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്സ് ആൻഡ് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ എംപ്ലോയീസ് ആർ എൻകറേജ്ഡ് ഓൺ എ ഫോമൽ ബേസിസ്. അത് വളരെ ഫോമൽ ആയിട്ടുള്ളൊരു ബേസിസിൽ എംപ്ലോയീസ് തമ്മിൽ ഒരു ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് അത് ബിൽഡ് ചെയ്യാൻ ശ്രമിച്ചിരിക്കണം. ഓക്കെ, ഒരു ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം എംപ്ലോയീസ് തമ്മിൽ. ഓക്കെ, ഇതെല്ലാം ഒരു ഫോമൽ ബേസിസിൽ തന്നെ ചെയ്യാം. എംപ്ലോയീസിനെ എൻകറേജ് ചെയ്യുക, മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് നല്ലൊരു ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് വേണം, എങ്കിലേ അവിടെ കോർഡിനേഷൻ ഉണ്ടാവുള്ളൂ. ദെൻ ലാസ്റ്റ് സ്റ്റെപ്പ്, മാനേജേഴ്സ് are given training to develop leadership skills, communication and coordination. മാനേജേഴ്സ് എന്ത് ചെയ്യണം, ഗിവൺ ട്രെയിനിങ് ടു ഡെവലപ്പ് ലീഡർഷിപ്പ് സ്കിൽസ്. അതായത് ലീഡർഷിപ്പ് സ്കില്ലുകളും കമ്മ്യൂണിക്കേഷൻ സ്കില്ലുകളും കോർഡിനേഷനൊക്കെ ഉണ്ടാകുന്നതിന് നല്ല രീതിയിലുള്ള ട്രെയിനിങ്ങും മാനേജേഴ്സ് പ്രൊവൈഡ് ചെയ്തിരിക്കണം. അപ്പോൾ ഇത്രയും സ്റ്റെപ്പുകൾ, ഏകദേശം ഒരു 10 സ്റ്റെപ്പുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇത്രയും സ്റ്റെപ്പുകൾ ഫോളോ ചെയ്തെങ്കിൽ മാത്രമേ ഓർഗനൈസേഷനിൽ പ്രോപ്പറായിട്ടുള്ള ഒരു കോർഡിനേഷൻ നമുക്ക് ഫോളോ ചെയ്യാൻ കഴിയുള്ളൂ. പിന്നെ നമ്മൾ പറയുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് കോർഡിനേഷനാണ്. എന്തൊക്കെയാണ് കോർഡിനേഷൻ്റെ ഇമ്പോർട്ടൻസ്? ഇതും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, 5 or 6 മാർക്ക് സെഷനിലൊക്കെ ചോദിക്കും. വാട്ട് ആർ ഇമ്പോർട്ടൻസ് ഓഫ് കോർഡിനേഷൻ? ക്ലിയർ ആയിട്ട് പഠിക്കാം. ഫസ്റ്റ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. യൂണിറ്റി ഓഫ് ആക്ഷൻ, അതായത് നമ്മൾ കോർഡിനേഷൻ ഉറപ്പുവരുത്തുന്ന നമുക്ക് യൂണിറ്റി ഉറപ്പുവരുത്താൻ കഴിയും. അതായത് എല്ലാ ഫങ്ഷൻസിലും എല്ലാ കാര്യങ്ങളിലും എംപ്ലോയീസ് തമ്മിൽ ഒരു യൂണിറ്റി ഉണ്ടാവും, ഒരു ഒത്തൊരുമ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. അപ്പം അങ്ങനെ യൂണിറ്റി ഓഫ് ആക്ഷൻ നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയും. അതുപോലെ ഇൻക്രീസ് ഇൻ എഫിഷ്യൻസി ആൻഡ് എക്കോണമി, ഇത് നമ്മുടെ ഓർഗനൈസേഷൻ്റെ എഫിഷ്യൻസി കൂട്ടാനും അതുപോലെ എക്കോണമി ആവാനും സഹായിക്കും. ഓക്കെ, എക്കോണമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോസ്റ്റ് കുറച്ച് ഇപ്പോൾ ഇൻകം കൂട്ടുന്ന പ്രോസസ്സ്. അപ്പോൾ ഇത്തരത്തിൽ എഫിഷ്യൻസി, എക്കോണമി ഒക്കെ ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കും. ഡെവലപ്മെൻറ്റ് ഓഫ് പേഴ്സണൽ, അതായത് നമ്മുടെ എംപ്ലോയീസിനെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. പ്രോപ്പറായുള്ളൊരു കോർഡിനേഷൻ ഉണ്ടാകുമ്പം എംപ്ലോയീസ്
ഡെവലപ്ഡ് ആകും. ദെൻ സ്പെഷ്യലൈസേഷൻ. ഇഫ് കോർഡിനേഷൻ ഈസ് ആബ്സെൻറ്റ് ഇൻ ആൻ ഓർഗനൈസേഷൻ ദെൻ ദ ആക്ടിവിറ്റീസ് കാൺ ബി മൂവ്ഡ് ഇൻ സ്പെഷ്യലൈസ്ഡ് ഏരിയാസ്. അതായത് സ്പെഷ്യലൈസ്ഡ് ഏരിയാസിലുള്ള ആക്ടിവിറ്റീസ് ഒന്നും മൂവ് ആവില്ല കോർഡിനേഷൻ ഇല്ലെങ്കിൽ. ഓക്കെ, അപ്പോൾ കോർഡിനേഷൻ ഓർഗനൈസേഷനിൽ ആബ്സെൻ്റ് ആണെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ഏരിയാസിലുള്ള ആക്ടിവിറ്റീസ് ഒന്നും നമുക്ക് മൂവ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇത് സ്പെഷ്യലൈസേഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കോർഡിനേഷൻ. ദെൻ സർവൈവൽ ഓഫ് ദ ഓർഗനൈസേഷന് എന്ത് ചെയ്യാൻ കഴിയും? സർവൈവ് ചെയ്യാൻ കഴിയും അല്ലേ? നല്ലൊരു കോർഡിനേഷൻ ഉണ്ടെങ്കിൽ എല്ലാവരുടെ ആക്ടിവിറ്റീസ് നല്ല രീതിയിൽ ഹാർമണൈസ് ചെയ്യാൻ കഴിഞ്ഞാൽ ഓർഗനൈസേഷന് സൊസൈറ്റിയിൽ സർവൈവ് ചെയ്യാൻ കഴിയും. പിന്നെ വരുന്ന പോയിൻ്റാണ് അക്കംപ്ലിഷ്മെൻറ്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ്. ഓർഗനൈസേഷൻ എന്തിനു കഴിയും? അതിൻ്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ കഴിയും. ഓക്കെ, ഓർഗനൈസേഷൻ അതിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടാനും പ്രോഫിറ്റ് കൂട്ടാനും അതിൻ്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ, ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ ഓർഗനൈസേഷന് കഴിയും കോർഡിനേഷൻ ഉണ്ടെങ്കിൽ. അതുപോലെ ബേസിസ് ഓഫ് മാനേജീരിയൽ ഫംഗ്ഷൻ എന്താണ്? ആൾ മാനേജീരിയൽ ഫംഗ്ഷൻ സച്ച് ആസ് പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ്, കൺട്രോൾ എക്സെട്ര കാൺ ബി കണ്ടക്റ്റഡ് എഫക്റ്റീവ്ലി വിത്തൗട്ട് കോർഡിനേഷൻ. അതായത് എല്ലാ ഫംഗ്ഷൻസും, പ്ലാനിങ് ആയാലും ഓർഗനൈസിങ് ആയാലും ഡയറക്റ്റിംഗ് ആയാലും കൺട്രോളിംഗ് ആയാലും എല്ലാ ഫംഗ്ഷൻസും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? കോർഡിനേഷൻ ഇല്ലാതെ ഒന്നും നമുക്ക് കണ്ടക്ട് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? എല്ലാ മാനേജീരിയൽ ഫംഗ്ഷൻസിൻ്റെ ഒരു ബേസിസ് ആണ് കോർഡിനേഷൻ. ദെൻ ലാസ്റ്റ് പോയിന്റ്, ഡിഫറൻഷ്യൽ പെർസെപ്ഷൻ. ഡിഫറെൻറ്റ് പീപ്പിൾ ഹാവ് ഡിഫറെൻറ്റ് പെർസെപ്ഷൻസ്. വ്യത്യസ്ത ആളുകൾക്ക് വ്യത്യസ്തമായ രീതികളും കാഴ്ചപ്പാടുകളായിരിക്കും ഉണ്ടാവുക. ഇഫ് ആൾ പീപ്പിൾ ആർ കോർഡിനേറ്റഡ് എഫക്റ്റ്ലി ദെൻ ദേ ആർ എഫേർട്ട് ആൻഡ് പവർ ക്യാൻ ബി കോൺസെൻട്രേറ്റഡ് ടു അച്ചീവ് ഓർഗനൈസേഷൻ ഗോൾസ്. അപ്പോൾ എന്ത് ചെയ്യാം? ഓരോ ആളുകളും വ്യത്യസ്തരാണല്ലോ. ഓർഗനൈസേഷനിലുള്ള എല്ലാ എംപ്ലോയീസും വ്യത്യസ്തരാണ്. എല്ലാവരുടെയും കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമാണ്. അപ്പോൾ എല്ലാവരെയും പ്രോപ്പറായിട്ട് കോർഡിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അവരുടെ എല്ലാവരുടെയും എഫേർട്സിനെ നമുക്ക് ഒരുമിച്ച് എടുക്കാനും അവരുടെ എല്ലാ എഫേർട്സിനെയും പവേഴ്സിനെയും ഒരുമിച്ച് കോൺസെൻട്രേറ്റ് ചെയ്യാനും ഓർഗനൈസേഷണൽ ഗോൾസ് അച്ചീവ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യും. ഇനി നമ്മൾ വരുന്ന ലാസ്റ്റ് ഒരു സെഷനാണ് ടെക്നിക്സ് ഓഫ് കോർഡിനേഷൻ. കോർഡിനേഷന് നമ്മൾ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ചില ടെക്നിക്കുകൾ, അതായത് ഇത്തരത്തിലൊരു കോർഡിനേഷൻ ഓർഗനൈസേഷനിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് എന്തൊക്കെ ടെക്നിക്സ് നമുക്ക് എടുക്കാൻ കഴിയും, അതാണ് പിന്നെ ഇതിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ടെക്നിക്സ് ഓഫ് കോർഡിനേഷൻ. ഫസ്റ്റ് വൺ എന്താണ്? സൗണ്ട് പ്ലാനിങ്. കോർഡിനേഷൻ ഫെസിലിറ്റേറ്റ് സൗണ്ട് പ്ലാനിങ് ഇൻ ദ ഓർഗനൈസേഷൻ. അതായത് കോർഡിനേഷൻ എന്തിനു സഹായിക്കുന്നുണ്ട്? ഓർഗനൈസേഷനിൽ ഒരു സൗണ്ട് പ്ലാനിങ് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ദ പ്ലാൻ, പോളിസീസ് ആൻഡ് കോംപ്രഹെൻസീവ് പ്രോഗ്രാംസ് പ്രിഫർ കോർഡിനേഷൻ ഓഫ് ആക്ടിവിറ്റീസ് ആൻഡ് ഇൻഡിവിജ്വൽസ്. അതായത് എന്ത് ചെയ്യുന്നുണ്ട്? നല്ല പ്ലാൻസും പോളിസീസും പ്രോഗ്രാംസും എല്ലാം എന്തിനു സഹായിക്കുന്നുണ്ട്? ഓർഗനൈസേഷനിലുള്ള ഇൻഡിവിജ്വൽസിനെയും ഓർഗനൈസേഷനിലുള്ള ആക്ടിവിറ്റീസിനെയൊക്കെ കോർഡിനേഷൻ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഒരു സൗണ്ട് പ്ലാനിങ്ങിലൂടെ നമുക്ക് എന്ത് നടപ്പാക്കാൻ കഴിയും? കോർഡിനേഷൻ നടപ്പാക്കാൻ കഴിയും. അപ്പോൾ പ്ലാൻ, പോളിസീസ്, പ്രോഗ്രാംസ് ഒക്കെ ഫോർമുലേറ്റ് ചെയ്യുന്നത് വഴി ഒരു സൗണ്ട് പ്ലാനിങ്ങിലൂടെ നമുക്ക് എന്തിനു സാധിക്കുന്നു? കോർഡിനേഷൻ നടപ്പിലാക്കാൻ സാധിക്കുന്നു. അടുത്തതാണ് വെൽ ഡിഫൈൻഡ് ഗോൾസ്. ദ ഫസ്റ്റ് മീൻസ് ഓർ ടെക്നിക് ഓഫ് കോർഡിനേഷൻ ആർ വെൽ ഡിഫൈൻഡ് ഗോൾസ്. ഓക്കെ, അപ്പോൾ നമുക്ക് കോർഡിനേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ടെക്നിക്കാണ് വെൽ ഡിഫൈൻഡ് ഗോൾസ് എന്നുള്ളത്. ദ ഗോൾസ് ഓഫ് ദ ഓർഗനൈസേഷൻ ഷുഡ് ബി ക്ലിയർ ആൻഡ് വെൽ ഡിഫൈൻഡ്. അതായത് ഓർഗനൈസേഷൻ്റെ ഗോൾ എന്താണെന്ന് വളരെ ക്ലിയർ ആൻഡ് വെൽ ഡിഫൈൻഡ് ആയിരിക്കണം. ഓക്കെ, ഓർഗനൈസേഷൻ എന്ത് ഗോളാണ് അച്ചീവ് ചെയ്യാൻ പോകുന്നതെന്ന് വളരെ ക്ലിയർ ആൻഡ് ഡിഫൈൻഡ് ആയിരിക്കണം. ഈച്ച് ഇൻഡിവിജ്വൽ ഇൻ ദ ഓർഗനൈസേഷൻ ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദ ഓവറോൾ ഒബ്ജക്റ്റീവ് ഓഫ് ദ ഓർഗനൈസേഷൻ. അതായത് ഓർഗനൈസേഷനിലുള്ള ഓരോ എംപ്ലോയീസും എന്ത് മനസ്സിലാക്കിയിരിക്കണം? ഓർഗനൈസേഷൻ്റെ ഓവറോൾ ഒബ്ജക്റ്റീവ് എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഇത്തരത്തിലൊരു വെൽ ഡിഫൈൻഡ് ഗോൾ എന്താണെന്ന് അവർ മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് കോർഡിനേഷൻ ചെയ്യാനും സാധിക്കും. അപ്പോൾ അവരെല്ലാവരും ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി എല്ലാവരും യൂണിറ്റിയോടുകൂടി പ്രവർത്തിക്കും അല്ലേ? അപ്പോൾ അതുവഴി നമുക്ക് കോർഡിനേഷൻ ഉറപ്പുവരുത്താം. അതാണ് അടുത്തൊരു ടെക്നിക്ക്. പിന്നെ വരുന്നതാണ് സൗണ്ട് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ഓർഗനൈസേഷൻ എന്തായിരിക്കണം? വളരെ നല്ലൊരു സൗണ്ട് ആയിട്ടുള്ള ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഉണ്ടാവണം. അപ്പോൾ ഇത്തരത്തിൽ നല്ലൊരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഉണ്ടെങ്കിലും നമുക്ക് എന്ത് ഉറപ്പുവരുത്താൻ കഴിയും? കോർഡിനേഷൻ ഉറപ്പുവരുത്താൻ കഴിയും. ദ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ഫോർ ഈച്ച് ആൻഡ് എവറി പൊസിഷൻ ആൻഡ് എംപ്ലോയി ഷുഡ് ബി ക്ലിയർലി ഡിഫൈൻഡ്. അതായത് ഓരോരുത്തർക്കുമുള്ള അതോറിറ്റി എന്താണ്, ഓരോരുത്തർക്കുമുള്ള റെസ്പോൺസിബിലിറ്റി എന്താണ്, ഓരോ പൊസിഷനിലുള്ള അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റി എത്രത്തോളാണെന്ന് ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യാം. അതാണ് സൗണ്ട് ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്നതുകൊണ്ട് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ദെൻ നാലാമത്തെ ഒരു ടെക്നിക്കാണ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. എഫക്റ്റീവായുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം അല്ലേ? കോർഡിനേഷൻ ഹെൽപ്സ് ഇൻ ക്രിയേറ്റിംഗ് പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് എമംഗ് പേഴ്സൺസ്. വിത്തൗട്ട് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ കോർഡിനേഷൻ മേ നോട്ട് ബി സക്സസ്ഫുൾ. അതെ, കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ ഒരിക്കലും കോർഡിനേഷൻ സാധ്യമാവില്ല അല്ലേ? കറക്റ്റായിട്ട് എംപ്ലോയീസ് തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ, ഒരു ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, ഡയറക്റ്റ് ടു ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഓർഗനൈസേഷനിൽ എന്ത് സാധ്യമാവുള്ളൂ? കോർഡിനേഷൻ സാധ്യമാവുകയുള്ളൂ. ദെൻ പ്രോപ്പർ ലീഡർഷിപ്പ്
മുഖേനയും നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഉറപ്പുവരുത്താം അല്ലേ. പ്രോപ്പർ ലീഡർഷിപ്പ് ലീഡ്സ് ദ സബോർഡിനേറ്റ്സ് എഫിഷ്യൻ്റ്ലി ആൻഡ് കാപ്പബിളി. എ ഗുഡ് മാനേജറൽ ലീഡർ യൂസസ് എ മോട്ടിവേഷണൽ ടൂൾസ് ടു കോർഡിനേറ്റ് ദ എംപ്ലോയീസ് വിത്ത് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. അതായത് നല്ലൊരു മാനേജറിയൽ ലീഡർ ഉണ്ടെങ്കിൽ ആ ലീഡർക്ക് എന്ത് ചെയ്യാൻ കഴിയും, നല്ല മോട്ടിവേഷണൽ ടൂൾസ് എല്ലാം ഉപയോഗിച്ച് എംപ്ലോയീസിനെല്ലാം കോർഡിനേറ്റ് ചെയ്ത് നിർത്താൻ കഴിയും. ഓക്കെ, അപ്പോൾ നല്ലൊരു ലീഡർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓർഗനൈസേഷനിൽ നല്ലൊരു ലീഡർഷിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് കോർഡിനേഷൻ സാധ്യമാവും. ദെൻ പ്രോപ്പർ സൂപ്പർവിഷൻ, ലീഡർഷിപ്പ് പോലെ തന്നെ സൂപ്പർവിഷൻ, അതായത് ഒരു നല്ലൊരു സൂപ്പർവൈസർ ഉണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്ത് നിർത്തുന്ന അവരുടെ എല്ലാ പ്രോസസ്സുകളെയും സൂപ്പർവൈസ് ചെയ്യുന്ന ഒരു സൂപ്പർവൈസർ ഉണ്ടെങ്കിലും എംപ്ലോയീസിന് എന്ത് ചെയ്യാൻ കഴിയും, കോർഡിനേറ്റ് ചെയ്ത് നിർത്താൻ കഴിയും. ദെൻ ബെറ്റർ പ്ലാൻസ് ആൻഡ് പോളിസീസ്, നമ്മൾ ഫസ്റ്റ് പോയിന്റിൽ പറഞ്ഞതുപോലെ തന്നെ ബെറ്റർ ആയുള്ള പ്ലാൻസ് ആൻഡ് പോളിസീസിലൂടെ നമുക്ക് എന്ത് സാധ്യമാക്കാം, കോർഡിനേഷൻ സാധ്യമാക്കാം. Then cooperation. Without cooperation, coordination may not succeed because coordination is related to employees and their activities. അതായത് ആ കോർഡിനേഷൻ എന്നുള്ളത് എംപ്ലോയീസുമായിട്ടും എംപ്ലോയീസിൻ്റെ ആക്ടിവിറ്റീസുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. അപ്പോൾ എംപ്ലോയീസ് തമ്മിലൊരു കോപ്പറേഷൻ ഇല്ലെങ്കിൽ അവിടെ കോർഡിനേഷനും സാധ്യമാവില്ല. ഓക്കെ, അപ്പോൾ കോപ്പറേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ, കോപ്പറേഷനിലൂടെ മാത്രമേ നമുക്ക് കോർഡിനേഷൻ സാധ്യമാവുള്ളൂ. ഓക്കെ, ദെൻ സ്റ്റാഫ് മീറ്റിംഗ്സ് ഓർ കോൺഫറൻസസ്, അതായത് നമ്മൾ പലതരത്തിലുള്ള സ്റ്റാഫ് മീറ്റിങ്ങുകളും കോൺഫറൻസുകളൊക്കെ വയ്ക്കാം. അപ്പോൾ അതിലൂടെയും പലതരത്തിലുള്ള ഡിസ്കഷൻസിലൂടെയും മീറ്റിംഗ്സിലൂടെയൊക്കെ കോർഡിനേഷൻ ഉറപ്പുവരുത്താൻ കഴിയും. അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഓർഗനൈസേഷൻ ചെയ്താലും നമുക്ക് കോർഡിനേഷൻ നടത്താം. ദെൻ ഗ്രൂപ്പ് ഡിസിഷൻ, അതായത് ഒരാളുടെ ഡിസിഷന് മാത്രം, ഒരു ഇൻഡിവിജ്വലിൻ്റെ ഡിസിഷന് മാത്രം അല്ലെങ്കിൽ ഒരു സുപ്പീരിയറുടെ ഡിസിഷന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ഓരോരുത്തരെയും ഒരു മീറ്റിംഗ് അല്ലെങ്കിൽ കോൺഫറൻസ് വിളിച്ച് ചേർത്തി ഓരോരുത്തരുടെയും ഡിസിഷൻ എന്താണെന്ന് ചോദിച്ച് ഒരു ഗ്രൂപ്പ് ഡിസിഷൻ എടുത്താൽ അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, അതായത് എല്ലാവരെയും ഡിസിഷൻ മേക്കിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അതുവഴി നമുക്ക് കോർഡിനേഷൻ ഉറപ്പുവരുത്താൻ കഴിയും. പിന്നെ പറയുന്നത് ഫോർമേഷൻ ഓഫ് കമ്മിറ്റീസ് ആണ്. പലതരത്തിലുള്ള, നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞ പോലെ തന്നെ മീറ്റിംഗ് കോൺഫറൻസസ് ഒക്കെ വെക്കുന്നത് പോലെ പലതരത്തിലുള്ള ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ കമ്മിറ്റീസ് ഒക്കെ രൂപീകരിച്ചുകൊണ്ട് നമുക്ക് കോർഡിനേഷൻ ഉറപ്പുവരുത്താം. ദ ഇൻസെൻറ്റീവ്സ്, പലതരത്തിലുള്ള ഇൻസെൻറ്റീവ്സ് ഒക്കെ കൊടുത്ത് എംപ്ലോയീസിനെ എൻകറേജ് ചെയ്തുകൊണ്ട് നമുക്ക് കോർഡിനേഷൻ ഉറപ്പുവരുത്താം. അപ്പോൾ ഇതൊക്കെയാണ് കോർഡിനേഷനുള്ള ടെക്നിക്സ്. വളരെ സിമ്പിളാണ് പഠിക്കാൻ, നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഗ്രൂപ്പ് ഡിസിഷൻ, സ്റ്റാഫ് മീറ്റിങ്ങുകൾ വയ്ക്കുക, കോപ്പറേഷൻ, സൂപ്പർവിഷൻ, ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ, ഇതൊക്കെ നമുക്ക് അറിയുന്ന പോയിന്റുകൾ തന്നെയാണ്. ഇതൊക്കെ എന്താണ്, നമുക്ക് എഫക്റ്റീവായിട്ട് കോർഡിനേഷൻ നടത്തുന്നതിന് ഉപയോഗിക്കാൻ കഴിയുന്ന ടെക്നിക്സ് ആണ്. അടുത്ത നമ്മൾ പറയുന്നതാണ് കോർഡിനേഷൻ ആൻഡ് കോപ്പറേഷൻ. അതായത് കോർഡിനേഷനും കോപ്പറേഷനും തമ്മിലുള്ള ഒരു ബന്ധം. അത് വളരെ ഇൻ്റർ റിലേറ്റഡ് ആയിട്ടുള്ള രണ്ട് ടേംസ് ആണ്. കോപ്പറേഷൻ ഈസ് അനദർ ടേം ആൻഡ് ഹാസ് എ ഡിഫറെൻറ്റ് മീനിങ് കമ്പയർഡ് വിത്ത് കോർഡിനേഷൻ. രണ്ടും ഒന്നല്ല. കോപ്പറേഷൻ എന്ന് പറയുമ്പോൾ കോർഡിനേഷനിൽ നിന്ന് വ്യത്യസ്തമായൊരു അർത്ഥമാണ് കോപ്പറേഷൻ ഉള്ളത്. കോപ്പറേഷൻ റെഫേഴ്സ് ടു ദ കളക്റ്റീവ് എഫേർട്സ് ഓഫ് പീപ്പിൾ ഹു അസോസിയേറ്റ് വളണ്ടർലി ടു അച്ചീവ് സ്പെസിഫൈഡ് ഒബ്ജക്റ്റീവ്സ്. അതായത് ഓരോരുത്തരും അവരവരുടെ സ്പെസിഫൈഡ് ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി വളണ്ടർലി അസോസിയേറ്റഡ് ആയിട്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും കളക്റ്റീവ് എഫേർട്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, കോപ്പറേഷൻ എന്ന് വിളിക്കുക. ഓക്കെ, നമ്മൾ അറിയില്ലേ, എല്ലാ കാര്യങ്ങളെയും കോർഡിനേറ്റ് ചെയ്തിട്ട് മാത്രം കാര്യമില്ല. എംപ്ലോയീസിൻ്റെ ഇടയിൽ എന്തുണ്ടായിരിക്കണം, നല്ലൊരു കോപ്പറേഷൻ ഉണ്ടായിരിക്കണം, നല്ലൊരു സഹകരണം ഉണ്ടായിരിക്കണം. അപ്പോൾ എന്താണ് കോർഡിനേഷനും കോപ്പറേഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് അവിടെ 4-5 പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ട്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. കോർഡിനേഷനും കോപ്പറേഷനും തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കാം. അപ്പോൾ നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിച്ചു വയ്ക്കാം. കോർഡിനേഷൻ ഈസ് എ ഡെലിബറേറ്റ് ആൻഡ് കോൺഷ്യസ് എഫേർട്ട് ടു ബ്രിങ് ടുഗദർ ദ ആക്ടിവിറ്റീസ് ഓഫ് വാരിയസ് ഇൻഡിവിജ്വൽസ് ടു അച്ചീവ് ഒബ്ജക്റ്റീവ്സ്. കോപ്പറേഷൻ refers to the collective efforts of people who associate voluntarily to achieve specified objectives. അതായത് കോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡെലിബറേറ്റ് ആൻഡ് കോൺഷ്യസ് എഫേർട്ടാണ്. അതായത് നമ്മൾ ഡെലിബറേറ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന, വളരെ കോൺഷ്യസ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അതായത് എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ ഡെലിബറേറ്റ് ആയിട്ട് വേണമെന്ന് കരുതി കോൺഷ്യസ് ആയിട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. പക്ഷേ കോപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. കോപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നി അറിയാതെ ഉണ്ടായി പോകുന്നതാണ് എന്നൊക്കെ പറയാം. ഇതൊരു കളക്റ്റീവ് എഫേർട്സ് ആണ്, എല്ലാവരുടെയും കളക്റ്റീവ് എഫേർട്സ് ആണ്. ഓരോരുത്തരും ഓരോ സ്പെസിഫൈഡ് ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി വളണ്ടർലി അസോസിയേറ്റഡ് ആയിരിക്കും. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും എഫേർട്സിനെ, ആ കളക്റ്റീവ് എഫേർട്സിനെയാണ് കോപ്പറേഷൻ എന്ന് വിളിക്കുന്നത്. ദെൻ കോപ്പറേഷൻ ഈസ് എ വളണ്ടറി അസോസിയേഷൻ, കോർഡിനേഷൻ ഈസ് എ കോൺഷ്യസ് ആൻഡ് ഡെലിബറേറ്റ് അസോസിയേഷൻ. അതാണ് രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞത്. നമ്മളിപ്പോൾ പറഞ്ഞത് തന്നെയാണ്. കോപ്പറേഷൻ എന്ന് ഒരു വളണ്ടറി അസോസിയേഷനാണ്, നമ്മൾ സ്വയമേവ ചെയ്യുന്ന ഒരു അസോസിയേഷൻ, സ്വയം നമുക്ക് തോന്നിയിട്ട് ചെയ്യുന്നതാണ്. പക്ഷേ കോർഡിനേഷൻ അങ്ങനെയല്ല, വളരെ കോൺഷ്യസ് ആയിട്ടും ഡെലിബറേറ്റ് ആയിട്ടും നമ്മൾ വേണമെന്ന് കരുതി ചെയ്യുന്നതാണ്.
മറ്റേ കോപ്പറേഷൻ അങ്ങനെയല്ല, നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. ദെൻ കോപ്പറേഷൻ ഒറിജിനേറ്റ്സ് ഔട്ട് ഓഫ് ഇൻഫോർമൽ റിലേഷൻസ് വൈൽ കോർഡിനേഷൻ ഈസ് അക്കംപ്ലിഷ്ഡ് ത്രൂ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ റിലേഷൻഷിപ്പ്. അതായത് കോപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഇൻഫോർമൽ റിലേഷനാണ്. ഓർഗനൈസേഷൻ്റെ ഉള്ള എംപ്ലോയീസ് തമ്മിൽ ഒരു ഇൻഫോർമലായിട്ട് ഫോർമൽ അല്ലാത്തൊരു റിലേഷൻസ് ഉണ്ടാവും. അതൊക്കെ കോപ്പറേഷനിലൂടെ ഉണ്ടാകുന്നതാണ്. എന്നാൽ കോർഡിനേഷൻ അങ്ങനെയല്ല. കോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ ഫോർമലായിട്ടും ഇൻഫോർമലായിട്ടും ഒക്കെ കോർഡിനേഷൻ ഉണ്ടാകാം. കൂടുതലും ഫോർമലായിട്ട് തന്നെയാണ് കോർഡിനേഷൻ ഉണ്ടാവുക. ദെൻ കോപ്പറേഷൻ ഈസ് എ നെസസറി ബട്ട് നോട്ട് എ സഫീഷ്യൻറ്റ് കണ്ടീഷൻ ഓഫ് കോർഡിനേഷൻ. കോപ്പറേഷൻ നെസസറി ആണ്, പക്ഷെ എന്തല്ല കോർഡിനേഷൻ്റെ അത്രയും സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ അല്ല. ഓക്കെ, കോർഡിനേഷൻ നമുക്ക് ചെയ്തേ പറ്റൂ, വളരെ കമ്പൽസറി ആണ്. പക്ഷെ കോപ്പറേഷൻ നെസസറി ആണെങ്കിൽ പോലും, സഹകരണം ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ പോലും അത് എപ്പോഴും സാധ്യമായിക്കൊള്ളുന്നില്ല. പക്ഷെ കോർഡിനേഷൻ നമ്മൾ നിർബന്ധമായിട്ടും ചെയ്തേ പറ്റുള്ളൂ, ഒരു പ്രോസസ്സായിട്ട് തന്നെ ചെയ്തേ പറ്റുള്ളൂ. ദെൻ 5ാമത്തെ പോയിന്റ്, കോപ്പറേഷൻ ഫെസിലിറ്റേറ്റ്സ് കോർഡിനേഷൻ ബട്ട് ബൈ ഇറ്റ് സെൽഫ് കനോട്ട് ഗ്യാരണ്ടീസ് കോപ്പറേഷൻ. അതായത് കോപ്പറേഷൻ എന്തിനു സഹായിക്കുന്നുണ്ട്? കോർഡിനേഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതിന് കോപ്പറേഷൻ സഹായിക്കുന്നുണ്ട്. ബട്ട് ബൈ ഇറ്റ് സെൽഫ് കനോട്ട് ഗ്യാരണ്ടീസ് കോപ്പറേഷൻ. പക്ഷേ കോർഡിനേഷൻ എന്ത് ചെയ്യുന്നില്ല? കോപ്പറേഷൻ ഉറപ്പ് വരുത്തുന്നില്ല. കോർഡിനേഷൻ ചെയ്തതുകൊണ്ട് എംപ്ലോയീസിൻ്റെ ഇടയിൽ കോപ്പറേഷൻ ഉണ്ടെന്ന് ഉറപ്പ് വരുത്താനൊന്നും ഗ്യാരണ്ടി ചെയ്യാനൊന്നും കഴിയില്ല. പക്ഷേ കോപ്പറേഷൻ എന്തിനു സഹായിക്കും? നല്ലൊരു കോർഡിനേഷന് സഹായിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ ഡയറക്ഷൻ, സൂപ്പർവിഷൻ, കോർഡിനേഷൻ, ഈ 3 ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. അപ്പോൾ 3 നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റത്തെ 2 ടോപ്പിക്സ്, അതായത് ഡയറക്ഷനും സൂപ്പർവിഷനും നമ്മൾ കഴിഞ്ഞ ഒരു ലൈവ് വീഡിയോ ആയിട്ട് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി വരുന്നതാണ് കോർഡിനേഷൻ. അപ്പോൾ അതോടുകൂടി ഈ ഒരു ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ 9ാമത്തെ ചാപ്റ്ററാണ്, ബിസിനസ് മാനേജ്മെൻറ്റിലെ 9ാമത്തെ ചാപ്റ്ററാണ് കംപ്ലീറ്റ് ചെയ്തത്. ഇനി ബിസിനസ് എത്തിക്സ് എന്ന് പറഞ്ഞാൽ 10ാമത്തെ ചാപ്റ്റർ നമ്മൾ ഓൾറെഡി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പോയിട്ട് ചാനലിലെ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോസ് കിട്ടും. ബിസിനസ് എത്തിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഇനി നമുക്ക് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, എമേർജിംഗ് കോൺസെപ്റ്റ്സ് ഓഫ് മാനേജ്മെൻറ്റ് തുടങ്ങിയ 2 ചാപ്റ്റേഴ്സും കൂടി ഉള്ളൂ. അതോടുകൂടി നമ്മൾ ബിസിനസ് മാനേജ്മെൻറ്റിൻ്റെ സിലബസ് കംപ്ലീറ്റ് ആകും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യം എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.